ചെറുതാണ്. ചെറുതാണ്. അല്ലല്ല അല്ലല്ല അല്ല ചെറുതല്ല, കിട്ടുന്ന സാധനം. പേരെന്താ പിന്നെ നോക്കാം. രാവിലെ എണീറ്റിട്ട് അടിപൊളി കണിയാണ്. രാവിലെ എണീറ്റപ്പോ തന്നെ അടിപൊളിയായിരുന്നല്ലോ. തുടങ്ങിയപ്പോ തന്നെ ഡബിളായിട്ടാണ് പണിത് അവര്. ഇനി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഇനി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അടന്നു വീഴും. അത് മാത്രല്ല, ഇത് വലുതാക്കണമെങ്കിൽ പണിയാണ്. തീർന്നിട്ടുണ്ട്, വളവ് കൊണ്ട് ഇരുന്ന്. നമ്മുടെ കുതിരാന ഇരട്ടിയുണ്ട്. നീളം കൂടുതല, പക്ഷെ ഇത് ഇതില്ല. കട്ടറാജ് എന്ന് പറഞ്ഞ ടണല്ല, കട്ടറാജ് ടണൽ. കുതിരാൻ ടണലല്ല, കട്ടറാജ് ടണൽ. हिंजावाडी पुणे.
അവിടെ നിന്ന് കുറെ പിള്ളേർ ഡാൻസിന്റെ സെറ്റപ്പ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ കിട്ടില്ല, ഒരു കിട്ടില്ല. വിളിച്ചതല്ലേ സൂര്യയുടെ NDA മുൾസി മുംബൈ. മുംബൈ റൂട്ട് അതായിരുന്നു പണിപാളയാ. ആ വഴിയൊന്നും പോയാൽ ശരിയാകില്ല, വല്ല ഇടവഴിയായിരിക്കും. അവിടെ കണ്ടറ കയറിപ്പോ അവിടെ ചപ്പിയല്ലേ. പിറ്റേ ദിവസം രാവിലെ അല്ലേ പോകുന്നത്. ഞാൻ 6 മണിയായപ്പോഴാണ് ഞാനവിടെ നിർത്തത്. ബൈജു എന്നെ നോക്കി ആ സാധനമൊക്കെ ആയിട്ട് അങ്കമാലി സ്റ്റാൻഡിൽ ഇരുന്ന് വെറുതെ കൊതുകടി കൊണ്ട് മരിച്ചു. പോസ്റ്റെന്നല്ല പറയേണ്ടത്, കട്ട പോസ്റ്റ്, കട്ട കട്ട. അങ്ങനെ നമ്മ ഓടിച്ച് വന്നത് ഇവിടെ എക്സ്പ്രസ് വേയിലേക്ക് കയറണതിൻ്റെ മുമ്പിലായിട്ട് കൊണ്ടൊന്ന് ഒതുക്കി. കാരണം എക്സ്പ്രസ് വേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി വെക്കാറൊന്നും സ്ഥലം കിട്ടില്ല, അവിടെ ഒന്നും നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഒതുക്കിയിട്ട് 2 വണ്ടി കൂടി ഇവിടെ കൊണ്ടൊന്ന് ഒതുക്കി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം. ആ കപ്പനകത്ത് ഇറക്കി നിർത്തിക്കണം. എടാ അവൻ ആ കപ്പനകത്ത് എന്നിട്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഉണ്ടാക്കാം. ഉപ്പാവ് രാവിലത്തെ ഉപ്പ്. നല്ല വെള്ളം നല്ലതാണ്, ഇച്ചിരി പഴയതാ നോക്കൂ. മാസ്റ്റർ കിങ് ഖാൻ മതി, ബാക്കിയാണെങ്കിൽ ഇത് നിലവും എല്ലാവർക്കും തികയുന്നു. അതെ, ഉണ്ടാക്കിയാണെന്നാ അതെങ്കിൽ ചേട്ടാ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് പൊളിന്ന് പറയാ, വേറെ ലെവല്. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ വണ്ടി എടുക്കണേ. വണ്ടി എടുത്തിട്ട് നേരെ നമുക്ക് എക്സ്പ്രസ് വേയിലേക്ക് കയറാം. നേരെ പുറകോട്ടെ. മുംബൈ 131 പൂനെ എക്സ്പ്രസ് വേയിൽ നമുക്ക് ലെഫ്റ്റിൽ കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ. ലെഫ്റ്റിൽ കൂടി പോണ വഴി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. റൈറ്റ് സൈഡിൽ നല്ല കിടിലൻ റോഡ്. നമ്മൾ ചാടി നോക്കി അന്വേഷിച്ചാണ്.
80 കിലോമീറ്റർ പോകാനുള്ള വണ്ടി ഇപ്പൊ പോണത് എത്ര കിലോ? 47 അത്രയും പോലും പോകാൻ പറ്റില്ല. അതിനും മാത്രം ചാട്ടം, അന്യ ചാട്ടം. എക്സ്പ്രസ് വേ നല്ല ടോളം കൊടുത്ത് നമ്മൾ പോണ സീനാണ് കാണുന്നത്. കുതിരക്ക് പോണവരിക്കും കറക്റ്റ്. ഇത് അന്ന് വന്നിട്ട് പിന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടില്ല. ഈ ലെഫ്റ്റിൽ കൂടി മൊത്തം ലോറി വിട്ടേ ഈ ലെഫ്റ്റ് അലമ്പായി. സെന്ററിൽ കൂടി എങ്കിലും പോകാനുള്ള ഒരു പെർമിഷൻ കൊടുക്കും. അത് അക്വാഡക്റ്റ് ആണെന്ന്. അക്വാഡക്റ്റ് വെള്ളം കൊണ്ടുപോകുന്ന സാധനമാണ്. റെയിൽവേ ആണല്ലേ. ഒന്നെങ്കിൽ ഇവിടുന്ന് മാറ്റി കാണും. ഒന്നെങ്കിൽ ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ടാവും. അപ്പുറത്ത് വല്ലതും ഉണ്ടാവും. അവിടുത്തെ ടോളിൽ മുംബൈ എക്സ്പ്രസ് ഹൈവേയുടെ ടോള് പുതിയതാണ്. അപ്പുറത്തായിരുന്നു ടോള്, അത് ഇപ്പുറത്തോട്ട് മാറ്റി പുതിയ കിളികളായിട്ട് പണിതിട്ടുണ്ട്. നല്ല കിട്ടിക്കഴിച്ചിട്ടാ ഓക്കെ. എല്ലാ ടോളും പുതുക്കി വരും. എക്സ്പ്രസിന്റെ ടോള് എങ്ങനെ നീ അതും തിരിച്ചു പോകും. നമ്മളെത്രയാണ് നമുക്ക് അറിയാൻ പറ്റും പൈസ ചാർജ്. ഈ ഒരു സിസ്റ്റം അടിപൊളിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടി വന്ന വണ്ടി അപ്പുറ സൈഡിൽ ടോള്, നമ്മ വന്നത് അപ്പുറത്തെ പാസിങ്. അതാകുമ്പോ ഒരു സൈഡിലധികം ടൈറ്റ് വരില്ല. നമ്മ ഫ്രീ ആയി, അവിടെ ഫ്രീ ആയി. അത് തന്നെ. ഇത്ര വീതി ഉണ്ടായിട്ട് പോലും അവരങ്ങനെ ചെയ്തേക്കണം. അപ്പൊ ഒരു സൈഡിൽ വണ്ടി ഒതുക്കണ സ്പേസ് ഉണ്ട്. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ടോള് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടി ഒതുക്കണ സ്പേസ് ആയി. ഈ രണ്ട് ടോളും കൂടി ഒരു നേരെ നേരെ വെക്കുമ്പോഴാണ് സ്പേസ് പോകണം. വണ്ടി ഒതുക്കാനും സ്പേസ് ഇല്ല. സിസ്റ്റം ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ ചാട്ടം വന്നുണ്ട്, കയറിയുണ്ട്. നമ്മുടെ വണ്ടി കയറി പോകും. ഇപ്പൊ തന്നെ റൈറ്റ് പിടിച്ചാൽ നമ്മുടെ വണ്ടി. പണ്ട് പോലെ വരട്ടെ അങ്ങനെ എക്സിഡാക്കി എടുത്താൽ വരയ്ക്കാം. നമ്മുടെ കുതിരാലുണ്ടല്ലോ, കുതിരാൽ ഇതേപോലെ ഇതുണ്ട്, അതേപോലെ റെഡിയാക്കിയാണ്. അത് പാറ ഒരിക്കലും ഒരു കഷ്ണം പോലും വീഴിടാതിരിക്കാൻ. ഇതുമേന്നും വീഴിയൽ അമ്മ നല്ല ടെക്നോളജി ചെയ്തേക്കണത്. അമ്മേല് നല്ല അടിച്ച് കളഞ്ഞിട്ട് സ്പ്രേ അടിച്ചേക്കാൻ പറ്റുന്നതാണ്. 1 കിലോമീറ്ററിലെ ടണലിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്ററിലെ ടണൽ എക്സ്പ്രസ് വേ.
സാധനം 1 കിലോമീറ്റർ വില ഉള്ളൂ. പിടിച്ചാണല്ലോ ബാംഗ്ലൂർ. പുഴയുടെ മുകളിൽ നടുക്കൂടിയാ. അല്ല, സിറ്റിയിൽ തന്നെ. ആ അതെ, നമ്മ വണ്ടിയായിട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകണില്ല, ടൗണിലേക്ക് എത്തണില്ല, അതിന് മുമ്പ് തന്നെയാണ് സ്ഥലം. പൊളിച്ചവന്മാര് അവിടെ തുരങ്കം സ്റ്റാർട്ട് ചെയ്തേക്കണ കണ്ടോ? ആ തുരങ്കോട് പണിതിട്ടിരിക്കണ പുതിയ തുരങ്കം. അതാണ് ഈ കയറ്റം ഒഴിവാക്കാനായിരിക്കും. ശരി, മറ്റേ ഞാൻ വരും തന്നെ പോകും. ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. क्या बोलती तू? നമ്മൾ കണ്ടാല ഇറക്കം കഴിഞ്ഞിട്ട് 2 വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത്, പോർട്ടിൻ്റെ ഭാഗത്തേക്ക്. ഒരു വണ്ടി കെട്ടിലും ലോഡ്